നൈക്കയിലെ സെയിൽ കഴിയുന്നതിന് മുമ്പെങ്കിലും കുറച്ച് പ്രൊഡക്ട്സിന്റെ റിവ്യൂ ചെയ്യോ, വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനാ. അങ്ങനെ കുറച്ച് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ 2-3 തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കി കുറച്ച് പ്രൊഡക്ട്സിനെ പറ്റി പറയാം. കുറച്ച് റഷ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ്, അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. വീഡിയോ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. എനിവേസ്, ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി സ്ക്രബ്, ഒന്നും നോക്കണ്ട, ബൈ ഡവ്. ഏത് വേരിയന്റ് വാങ്ങണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ വുഡ് സേ ബൈ പൊമഗ്രാനറ്റ്. മോഡറേറ്റ് എക്സ്ഫോലിയേഷൻ ആൻഡ് ഇറ്റ് സ്മെൽ സോ ഡിവൈൻ. പിന്നെ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബോഡി സ്ക്രബ് ആണ് നോക്കുന്നെങ്കിൽ യു കൻ ഗോ ഫോർ ഡോക്ടർ റഷേൽ. അണ്ടർ 200 റുപ്പീസിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബോഡി സ്ക്രബ്. വില കുറവായതുകൊണ്ട് മോശമാണെന്നൊന്നുമില്ല, വില കൂടിയ പ്രൊഡക്ട്സ് എല്ലാം നല്ലതാവണമെന്നില്ല. ഡോക്ടർ റഷേൽ ഞാൻ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുള്ളതാണ്, ഇറ്റ്സ് പ്രെറ്റി ഗുഡ്. പിന്നെ പ്ലീസ് ഡോണ്ട് യൂസ് ബോഡി സ്ക്രബ്സ് ഓൺ യുവർ ഫേസ്. പിന്നെ കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു നല്ലൊരു കൺസീലർ സജസ്റ്റ് ചെയ്യുമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള 2 കൺസീലേഴ്സ് ആണിത്, മേബിലിൻ പിന്നെ ലോറിയൽ. മേബിലിൻ ഏജ് റിവൈൻഡ് ഇൻ ദ ഷെയ്ഡ് കാരമൽ. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. ഇതെന്റെ എത്രാമത്തെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആൻഡ് ഐ ലവ് ദി ആപ്ലിക്കേറ്റർ. ഇത് ഫുൾ കവറേജ് ഒന്നും അല്ല, ഇറ്റ് ഗിവ്സ് എ ബിൽഡബിൾ കവറേജ്. യൂസ് ഇറ്റ് അണ്ടർ മൈ ഐസ്, പിന്നെ എന്റെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ ആൻഡ് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയൽ ആണ്. ഇറ്റ്സ് ഇൻ ദ ഷെയ്ഡ് 312. ഇത് ഫുൾ കവറേജ് ആണ്, ബട്ട് ആസ് എ ഡെയിലി വെയർ ഞാൻ മെബിലിൻ ആണ് യൂസ് ചെയ്യാറ്. ഇനി ബ്യൂട്ടി ഓഫ് ജോസന്റെ ഈ ഒരു വൈറൽ റൈസ് ആൻഡ് ഹണി മാസ്ക്, നൈക്ക ഹോൾ അൺബോക്സിംഗ് വീഡിയോ ഇട്ടപ്പോൾ മുതൽ ഇതിന്റെ റിവ്യൂ ചോദിച്ച് കമന്റ്സ് കാണുന്നുണ്ട്. ഒറ്റ തവണ യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയാ, ഇതിപ്പോ ഒരു 3 പ്രാവശ്യം ഞാൻ എന്റെ ഫേസിൽ യൂസ് ചെയ്ത് നോക്കി. ഫസ്റ്റ് യൂസിൽ തന്നെ വെട്ടിത്തിളങ്ങുന്ന ഗ്ലോ ഒന്നും ഇല്ല, പക്ഷെ ഒരു 2-3 തവണ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓഫ് കോഴ്സ് ഒരു നാച്ചുറൽ ഗ്ലോ നമ്മുടെ ഫേസിന് ഇത് തരുന്നുണ്ട്. ഡൾനെസ് ഒക്കെ ഒന്ന് മാറ്റി ഒരു നാച്ചുറൽ ഗ്ലോ. ഭയങ്കര ബ്രൈറ്റനിങ് എഫക്ട് ഒന്നും ഇല്ല. പിന്നെ ഈ ഒരു പ്രൈസിന് വർത്ത് ആണെന്ന് ചോദിച്ചാൽ ഐ വുഡ് സേ യെസ്, ബിക്കോസ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അറൌണ്ട് 150 ml ഒരു പാക്കാണിത്. ഇറ്റ്സ് ഗുഡ്, പക്ഷെ ഭയങ്കര ഒരു റിസൾട്ട് ഒന്നും എക്സ്പെക്ട് ചെയ്ത് ഒരു ലോങ് ടേം യൂസ് കഴിയുമ്പോൾ എന്തായാലും ഞാൻ അതിന്റെ അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്തേക്കാം. പിന്നെ മസ്കാരയെ പറ്റി ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് സ്റ്റേജിന്റെ 9 to 9 ഇതാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന മസ്കാര. അതുപോലെ മാർസിന്റെ ഡബിൾ ട്രബിൾ, പിന്നെ മെബിലിന്റെ ഒരു പഴയ മറ്റേ മഞ്ഞ കളർ മസ്കാര ഇല്ല, അതുകൊണ്ട്. ബട്ട് ആസ് എ ഡെയിലി വെയർ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ്സ് എ ട്യൂബിംഗ് മസ്കാര. ഓൾറെഡി ഇതിന്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. കുറച്ച് വെള്ളം തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ വലിച്ചാൽ മതി. ലാഷ് ഒന്നും ബ്രേക്ക് ആവാതെ നല്ല നീറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു മസ്കാരയാണ്. ബോഡി ലോഷൻ ഈ 2 കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പ്ലമിന്റെ വനില കാരമല്ലോ, വാസ്ലിൻ. വാസ്ലിന്റെ ഗ്ലൂട്ടാഹയ ഞാൻ ഇടയ്ക്ക് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നെ അത് തീർന്നു കഴിഞ്ഞ് ഞാൻ വേറെ വാങ്ങിയില്ല. സ്ഥിരമായിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്ന പ്ലമിന്റെ വനില കാരമല്ലോ. ഓൾറെഡി ഒത്തിരി പേര് റിവ്യൂ ചെയ്ത് ഹൈപ്പിൽ വെച്ചിരിക്കുന്ന ഒരു കൾട്ട് ഫേവറേറ്റ് ബോഡി ലോഷൻ കൂടിയാണിത്. ഇറ്റ്സ് റിയലി ഗുഡ്. ഇത് രണ്ടും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. ബോത്ത് ആർ നറിഷിംഗ്, ഹൈഡ്രേറ്റിംഗ്, സ്കിന്നിലെ ഡ്രൈനസ് ഒക്കെ മാറ്റും ആൻഡ് സ്മെൽസ് ഡെലിഷ്യസ്. ആകെയുള്ള ഒരു ഡിഫറൻസ്, ദിസ് വൺ സ്മെൽസ് ലൈക്ക് കാരമൽ ആൻഡ് ദിസ് വൺ ലൈക്ക് ചോക്ലേറ്റ്. ഇനി പ്ലമിന്റെ ഒരു നൈസിനമായി ടോണർ കുറെ പേര് റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഞാൻ എന്താ ഇത്രയാകെ യൂസ് ചെയ്തിട്ടുള്ളൂ, ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് നിർത്തി. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ ഫോർ സം റീസൺ ഇതിപ്പോ എനിക്ക് വർക്ക് ആവുന്നില്ല. അപ്ലൈ ചെയ്യുമ്പോഴെല്ലാം മുഖത്ത് വല്ലാതെ കുരുവായിരുന്നു. എന്താ പറ്റിയെന്ന് അറിയില്ല. മേ ബി ഡ്യൂ ടു മൈ ഡയറ്റ്, ഹോർമോണൽ ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിന്നിന്റെ പ്രശ്നം കൊണ്ടായിരിക്കും. സ്കിൻ പ്രെപ്പ് ഒക്കെ ചെയ്യാൻ ഇത് നൈസാണ്, പക്ഷെ ചൂസ് അക്കോർഡിംഗ് ടു യുവർ സ്കിൻ ടൈപ്പ്. നെക്സ്റ്റ്, നൈക്ക പെർഫ്യൂംസ് റിവ്യൂ ചെയ്യാവുന്ന കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആകെയുള്ള ഒരു നൈക്ക പെർഫ്യൂം ഇതാണ്. നൈക്കയുടെ വണ്ടർലെസ് റേഞ്ചിൽ വരുന്ന ഡ്രീമിംഗ് ഓഫ് പാരീസ്. ഇതൊരു ബോഡി മിസ്റ്റ് ആണ്. ഇതിന്റെ നോട്ട്സ് വരുന്നത് ഷാമ്പയിൻ ആൻഡ് ബെറി ആണ്. എക്സാക്ട്ലി ഒരു ബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഷാമ്പയിൻ ബോട്ടിൽ പൊട്ടിക്കുമ്പോഴുള്ള സ്മെൽ ഉണ്ടല്ലോ, അതാണ്. ഇറ്റ്സ് നോട്ട് ഫോർ എവ്രി വൺ, ബട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞാനിത് ലെയർ ചെയ്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇതിന്റെ മേലേക്ക് തന്നെ ഒരു ഫ്രൂട്ടി പെർഫ്യൂം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നൈസാണ്. ഇത്ര എന്താ യൂസ് ചെയ്ത് തീർത്തു. ആൻഡ് ബ്ലറിന്റെ വെനില മിൽസ്, പേര് പോലെ തന്നെ വെനില മിൽക്ക് ഷേക്ക്, ഷുഗറി, സ്വീറ്റ്, കപ്പ് കേക്ക്, നല്ലൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഈ ഇടയായിട്ട് എപ്പോഴും ഞാൻ പുറത്തു പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ്. കുറച്ച് ഷുഗറിയാണ്, അത് ഇഷ്ടമില്ലാത്തവർക്ക് ചിലപ്പോൾ പറ്റില്ല. സ്റ്റിൽ പെർഫ്യൂംസ് അങ്ങനെയാണ്, എല്ലാവർക്കും ഒന്നും എല്ലാ പെർഫ്യൂംസ് ഇഷ്ടപ്പെടില്ല. വെനില പെർഫ്യൂംസ് ഇഷ്ടമുള്ളവർ വിൽ ലവ് ദിസ്. ഇനിയിപ്പോൾ ഇതൊക്കെ ആയതുകൊണ്ട് ഒത്തിരി പെർഫ്യൂം വീഡിയോസ് വരാനിരിക്കുന്നുണ്ട്. എനിവേസ്, ഡെലീഷ്യസ് ഫ്രേഗ്രൻസ് ലവേഴ്സ്, ചെക്ക് ദിസ് ഔട്ട്. അടുത്തത് പ്ലമിന്റെ വൈറ്റമിൻ സി സെറം. കുറേ പേര് റിവ്യൂ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഒരു 10 ml ബോട്ടിൽ ഞാൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ ഇതിന്റെ വലിയ ബോട്ടിൽ വാങ്ങും. പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഈ സെറം നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആകെ ഒരു കുഞ്ഞു ബോട്ടിലേ ഞാൻ യൂസ് ചെയ്തുള്ളൂ, ബട്ട് എനിക്ക് വിസിബിൾ റിസൾട്ട് കാണാൻ പറ്റി. സോ ഐ വിൽ ബി റീസ്റ്റോക്കിംഗ് ദിസ്. കറന്റ് ഞാനൊരു ആയുർവേദിക് ഹെർബൽ നാച്ചുറൽ സ്കിൻ കെയർ ബാക്ക്ഡ് അപ്പ് വിത്ത് സയൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായിരിക്കും എനിക്ക് ബെറ്റർ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ലോങ് ടേം യൂസിന് വേണ്ടി. സ്റ്റിൽ ദിസ് വൺ ഇസ് ഗോയിങ് ടു റിമെയിൻ ഇൻ മൈ റൂട്ടീൻ. പിന്നെ ബയോഡെർമയുടെ ഈ ഒരു മോയ്സ്ചറൈസർ പരീക്ഷണാടിസ്ഥാനത്തിൽ വാങ്ങിയതാണ്. ഇറ്റ്സ് ഫോർ ഡ്രൈ ടു നോർമൽ സ്കിൻ. എന്തോ ഭാഗ്യത്തിന് ഇതിന്റെ കോമ്പിനേഷൻ സ്കിന്നിൽ വർക്കായി. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറുള്ളൂ. സ്റ്റിൽ ഐ ഹാവ് ദിസ് ഓൺ മൈ ഫേസ്. ഒത്തിരി യൂസ് ചെയ്യുമ്പോൾ നല്ല ഹെവി ആവും. ഡ്രൈ ടു നോർമൽ സ്കിന്നിന് ഇത് ഓക്കെയാണ്. ബാക്കിയുള്ള സ്കിൻ ടൈപ്സിന് ഐ വുഡൻ റെക്കമെൻഡ് ദിസ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, എറ്റ്യൂഡിന്റെ വാട്ടർ ടിന്റ്. ഈ അടുത്തൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി. ഒരു 3-4 മാസമായുള്ളൂ ഞാൻ ഇത് യൂസ് ചെയ്യുന്നു. ഇനിയും ഒരു 2-3 കൊല്ലം യൂസ് ചെയ്യാനുള്ളത് ഇതിലുണ്ട്. ഇത് ലിപ്പിലും ചീക്കിലും കണ്ണിലും മൂക്കിലൊക്കെ യൂസ് ചെയ്യാം. നല്ലൊരു നാച്ചുറൽ ഫ്ലഷ് ലുക്ക് കിട്ടും. ആക്ച്വലി ഇറ്റ്സ് എ ഡ്യൂപ്പ് ഓഫ് ബെനറ്റൻ ആൻഡ് ഇറ്റ്സ് ഗുഡ്. മേക്കപ്പിന് വിലയൊക്കെ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല, വാട്ടർ ബേസ്ഡ് അല്ലേ. ബട്ട് ആസ് എ ഡെയിലി വെയർ നല്ലൊരു നാച്ചുറൽ
നോ മേക്കപ്പ് ലുക്ക് ഒക്കെ തരാൻ അടിപൊളിയാണ്. സോ ലെറ്റ് മീ നോ ഇഫ് യു നീഡ് എ പാർട്ട് 2.